ഹായ് ഫ്രണ്ട്സ്, ടീച്ച്മെൻറ്റ് ആപ്പ് ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ അറ്റൻഡൻസ് എങ്ങനെ എടുക്കാം, അതുപോലെ ഏതെങ്കിലും കുട്ടികൾ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എങ്ങനെ ആ ക്ലാസ് കാണാം, അതേപോലെ അസൈൻമെൻറ്റും ടെസ്റ്റ് പേപ്പറും കുട്ടികൾക്ക് നൽകുന്നത് എങ്ങനെ, ആ കുട്ടികൾ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യാം എന്നിവയൊക്കെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ. അതുപോലെ ഒരു ഫോണിൽ എങ്ങനെ 2 ടീച്ച്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നതും മൊബൈലിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക് നമുക്ക് ഈ ടീച്ച്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടീച്ച്മെൻറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ടീച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പം ഞാനിവിടെ നടത്തിയ ഒരു ക്ലാസ്സിൻ്റെ അറ്റൻഡൻസ് ആണ് എനിക്ക് ആദ്യം വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെയുള്ള അറ്റൻഡൻസ് എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പം ഞാൻ ആ ക്ലാസ് നടത്തിയ സമയത്ത് എത്ര കുട്ടികൾ ഇവിടെ അറ്റൻഡ് ചെയ്തെന്നും എത്ര കുട്ടികൾ ആബ്സെൻ്റ് ആണെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഓരോ കുട്ടികളുടെയും എത്ര പെർസെൻറ്റേജ് അവർ അറ്റൻഡ് ചെയ്തു, എത്ര സമയം അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ഇവിടെ കാണാം. അപ്പോൾ നമുക്കിങ്ങനെ ആ ഒരു ഓരോ കുട്ടികളുടെ നെയിമും ഫോൺ നമ്പറും ഉണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരും അറ്റൻഡ് ചെയ്ത സമയം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ഗൂഗിൾ ഷീറ്റായിട്ട് കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 7 days, 15 days, 30 days എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 7 days എന്നുള്ളത് എടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഡൗൺലോഡിങ് കാണിക്കുന്നുണ്ട്. ഞാൻ ഗൂഗിൾ ഷീറ്റിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ജസ്റ്റ് വൺസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ്ട് ഇന്നെടുത്ത ക്ലാസ്സിൻ്റെയാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ കുട്ടികളുടെ നെയിം ഇവിടെയുണ്ട്, അതുപോലെ ഫോൺ നമ്പർ ഉണ്ട്, അവർ പ്രസൻ്റ് ആണെന്നും എത്ര സമയം അവർ അറ്റൻഡ് ചെയ്തു എന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ 1 വീക്കൊക്കെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 7 daysലൊക്കെ കൃത്യമായിട്ടൊരു നമുക്കൊരു അറ്റൻഡൻസ് ഇവിടെ കിട്ടുന്നതാണ്. അങ്ങനെ ആ ഒരു ക്ലാസ്സിൽ നടത്തിയ അറ്റൻഡൻസ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ക്ലാസ് വൈസും അതേപോലെ ആബ്സെൻറ്റീസ് ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഒരു കുട്ടി ആബ്സെൻ്റ് ആയിരുന്നു ഇന്നലത്തെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അവർ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ റേഞ്ച് പ്രോബ്ലം കൊണ്ട് കുട്ടിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിക്ക് നമ്മൾ ആ ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത് റെക്കോർഡിങ്സ് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞ ടാബിൽ ഈ ഒരു ക്ലാസ് ഇവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് കുട്ടിക്ക് ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ആ കുട്ടിക്ക് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്താൽ ആ ഒരു ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഈ ക്ലാസ് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്നെങ്കിൽ ആ കുട്ടിക്കും ഈ ഒരു ക്ലാസ് കാണാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. ഈ ഒരു ക്ലാസ് റൂമിൽ കയറിയാൽ അപ്പോൾ ആ കുട്ടി പ്രസ് ചെയ്താൽ ഈ ഒരു ക്ലാസ് കാണാം. അല്ലെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എങ്ങനെ നൽകാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ടെസ്റ്റ് എന്നുള്ളത് ഞാനൊന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ക്രിയേറ്റ് ടെസ്റ്റ് എന്നുള്ളിടത്ത് പ്രസ് ചെയ്തു. എന്തിനെക്കുറിച്ചുള്ളതാണെന്നുള്ളത് നമുക്ക് ആദ്യം ടോപ്പിക് കൊടുക്കണം. അതിന് മുമ്പ് ടെസ്റ്റ് ടൈപ്പ് സെലക്ട് ചെയ്യണം. 2 ടൈപ്പ് ഉള്ളതാണ്. ഒന്ന് സബ്ജക്റ്റീവ് ടൈപ്പായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് കുട്ടീനോട് അത് ആൻസർ എഴുതിയിട്ട് ഒരു ഇമേജ് ആയിട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറയാം. ഇല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഞാനിവിടെ MCQ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ടോപ്പിക്ക് കൊടുക്കുകയാണ്. ബ്രെയിൻ എന്നുള്ള ടോപ്പിക്ക് കൊടുക്കുന്നു. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആ ടോപ്പിക്ക് കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ ഞാൻ ഏത് ഡേറ്റാന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് മാറ്റണമെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റ് മാറ്റാം. വേറെ ഏത് ഡേറ്റ് ആണെന്നുള്ളത് ഇവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ടൈം നമ്മൾ ഈ ഒരു ഇതിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തതുപോലെ തന്നെ ഏത് ടൈമാണെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ടെസ്റ്റ് ഡ്യൂറേഷൻ എന്നുള്ളത് എത്ര മിനിറ്റ്സ് ആണെന്നാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ 60 minutes എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളത് ഞാനൊരു 10 questions എന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ മാർക്ക്, അപ്പോൾ ഞാനിവിടെ 1 mark എന്ന് കൊടുക്കുന്നു. ഇനി അതുപോലെ പെനാൽറ്റി ഫോർ ഇൻകറക്റ്റ് ആൻസർ, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്നത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെയുള്ള ആഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളിടത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ
നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു PDF ഫയലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഷെയർ ചെയ്യാം. അപ്പം ഞാനിവിടെ ഇതൊരു PDF ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. PDF എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഫയലുള്ളത്, ഗാലറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിലോ എവിടെയാണുള്ളതെങ്കിൽ, ഡൗൺലോഡ്സിൽ എവിടെയാണുള്ളതെങ്കിൽ അത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടുന്ന് ഗാലറിയിൽ നിന്നൊരു പിക്ചർ ഇവിടേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും വേറെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് അനദർ ഫയൽ എന്നുള്ളത് കൊടുക്കാം. ഇതല്ല ഇത് അബദ്ധവശാൽ വന്നതാണെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ട്യൂട്ടോറിയലൊക്കെ കാണാം. നമ്മളിവിടെ ലേറ്റർ എന്ന് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ഒരു മോഡൽ ചെയ്താണ്. അപ്പോൾ ഇവിടെ 10 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് ആൻസർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് അത് സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ കറക്റ്റ് എന്നുള്ളത് ഇവിടുന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചെയ്തു പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൊടുത്തു കഴിഞ്ഞു, ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ സേവ് എന്നുള്ള അതിൽ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഗോട്ട് ഇറ്റ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വ്യൂ സബ്മിഷൻ എന്നുള്ളതിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ എഡിറ്റ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് അസൈൻമെൻറ്റ് നോക്കാം. അസൈൻമെൻറ്റ് എന്നുള്ളിടത്തൊന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനൊരു അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ കൊടുത്തതുപോലെ തന്നെയാണ് അസൈൻമെൻറ്റും നമ്മൾ കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് നോക്കാം. ക്രിയേറ്റ് അസൈൻമെൻറ്റ് എന്നുള്ളത് പ്രസ് ചെയ്തു. ഇവിടെ ടോപ്പിക്ക് കൊടുക്കുന്നു. എന്താണ് ടോപ്പിക് എന്നുള്ളത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഞാൻ ജസ്റ്റ് ബയോളജി എന്ന് മാത്രം ടൈപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഡേറ്റ്, എന്നത്തേക്കാണ് ഡേറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് നാളെ ഒരു 5 o'clock 19 തന്നെയാണുള്ളത്. ഓക്കെ എന്ന് പ്രസ് ചെയ്തു. ഇവിടെ ടൈം എന്നുള്ളിടത്ത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ 5 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്തു. ഇനി മാർക്സ് എത്രയിൽ വേണം, 10 ആണെങ്കിൽ 10 കൊടുക്കാം. ആഡ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളിടത്ത് നമ്മൾ ഏതാണോ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാം. ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതവിടെ ഫയൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സേവ് ആൻഡ് ക്രിയേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളോട് ചോദിക്കും ഇതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു പേജ് ഇവിടെ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഇതാണ്, നാളെ 5 o'clockനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാനിത് കുട്ടികൾക്ക് കൊടുത്തൊരു അസൈൻമെൻ്റ് ആണ്. അപ്പോൾ കുട്ടികൾ ആരൊക്കെ സബ്മിറ്റ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ഇവിടെ വ്യൂ സബ്മിഷൻ എന്നുള്ളിടത്ത് പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കാണാം കുട്ടികൾ എത്ര പേര് സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവാലുവേറ്റ് എന്നുള്ളത് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ അവർ ഇമേജ് അയച്ചത് ഇവിടെയുണ്ട്. നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ മാർക്ക് നോക്കിയിട്ട് നമുക്ക് അവരെ മാർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ അത് ഇമേജ് ഇവിടെ നമ്മൾ പ്രസ് ചെയ്താൽ ഡൗൺലോഡ് ആവും, നമുക്ക് ഓപ്പണായി വരും. എന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ഇവിടെ മാർക്ക് സ്കോർ ചെയ്തിട്ട് ഇവിടെ സേവ് എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും അസൈൻമെൻറ്റിന് മാർക്ക് നൽകാവുന്നതാണ്. ഇത് കുട്ടികളുടെ മൊബൈലിൽ നിന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ മൊബൈലിൽ ഇങ്ങനെയാണ് ടെസ്റ്റ് എന്നുള്ളത് ഇങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ ടോപ്പിക്കും മാക്സിമം മാർക്കും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുന്ന് കുട്ടിക്ക് സ്റ്റാർട്ട് ടെസ്റ്റ് എന്നുള്ളത് പ്രസ് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും കുട്ടിക്ക് കറക്റ്റ് ആൻസർ ഇവിടുന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞെങ്കിൽ സബ്മിറ്റ് എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കുട്ടി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുട്ടിക്ക് ഗോ ബാക്ക് എന്നുള്ള ഇത് പ്രസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ വന്ന് പ്രീവിയസ് എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് കുട്ടിക്ക് ഏതാണോ ആൻസർ അവിടെ ജസ്റ്റ് പ്രസ് ചെയ്യാം. ഇവിടെ സബ്മിറ്റ് എന്നുള്ള പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സബ്മിറ്റ് ടെസ്റ്റ് എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ എത്ര സ്കോർ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഗോട്ട് ഇറ്റ് എന്നുള്ളത് പ്രസ് ചെയ്താൽ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ടീച്ചർക്ക് അതേപോലെ തന്നെ പോയിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ അസൈൻമെൻ്റ് ആണെങ്കിലും ഇതേപോലെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അവരുടെ ഫോണിൽ നിന്ന് ഇമേജസ് ആയിട്ടോ ഇതായിട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടി ആ ഒരു ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം വ്യൂ സബ്മിഷൻ എന്നുള്ളിടത്ത് കാണാൻ പറ്റും. ആ വ്യൂ സബ്മിഷനിൽ ആ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എത്ര കുട്ടികൾ അറ്റൻഡ് ചെയ്തോ അവരുടെയൊക്കെ നെയിം ഇവിടെ ഉണ്ടാവും. നമുക്ക് ഈ കുട്ടിയുടെ ആൻസേഴ്സ് കാണണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ ആൻസേഴ്സ് കാണാവുന്നതാണ്.
ഇനി നമ്മുടെ നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് നെയിമും ഫോൺ നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് വ്യൂ കംപ്ലീറ്റ് പ്രൊഫൈൽ എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ നെയിം ചേഞ്ച് ചെയ്യാനോ പാരൻറ്റ് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനോ ക്ലാസ് ചേഞ്ച് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നതാണ്. അത് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ആൻഡ് അപ്ഡേറ്റ് എന്നുള്ളത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു ഫോണിൽ തന്നെ 2 ടീച്ച്മെൻറ്റ് അക്കൗണ്ടുകൾ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികൾക്ക് 2 അക്കൗണ്ട് യൂസ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റുമാണ് വീട്ടിലുള്ളതെങ്കിൽ അവർക്ക് 2 അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ എന്താ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡ്യുവൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പം ജസ്റ്റ് ഒരു മോഡലാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി ഒരു ടീച്ച്മെൻറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ടീച്ച്മെൻറ്റ് ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് 2 ഇതായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന് ടീച്ചറുടേതും ഒന്ന് സ്റ്റുഡൻറ്റിൻ്റേതുമായിട്ട് യൂസ് ചെയ്യാനാണ് ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരുപാട് ഡ്യുവൽ ആപ്പുകളുണ്ട്. ഐലൻഡ്, ക്ലോണ്, പാരലൽ സ്പേസ്, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട്. ക്ലോൺ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ആപ്പ് പരിചയപ്പെടുത്തുന്നത്, അല്ലാണ്ട് ഇതിൻ്റെ സെക്യൂരിറ്റി എനിക്ക് അത്രയ്ക്ക് നിശ്ചയമില്ല. അപ്പോൾ ഈ ഒരു ക്ലോൺ ആപ്പ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആപ്പിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഓൾറെഡി വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡ്യുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. സാംസങ് പോലുള്ള ഫോണിലൊക്കെ ഓൾറെഡി ഒരു ഡ്യുവൽ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിൽ ടീച്ച്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ല. അപ്പോൾ ഇങ്ങനൊരു അത്യാവശ്യമാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡ്യുവൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ആഡ് ആപ്പ് യൂസ് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള ഒരുവിധം എല്ലാ ആപ്പുകളും ഇവിടെ കാണിക്കും. ഞാനിവിടെ ടീച്ച്മെൻറ്റ് എന്നുള്ളത് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ടീച്ച്മെൻറ്റ് എന്നുള്ളത്. ഞാൻ അവിടെ ടിക്ക് കൊടുക്കുന്നു. ഇവിടെ വീണ്ടും ഈ ഒരു ടിക്കിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ടീച്ച്മെൻറ്റ് എന്നുള്ളത് ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ആഡ് ആപ്പ് എന്നുള്ളത് പ്രസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ആപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആപ്പിൽ പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത പോലത്തെയുള്ള ഒരു വിൻഡോ ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്തു, ലാംഗ്വേജ് സെലക്ട് ചെയ്തു, കണ്ടിന്യൂ പ്രസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളോട് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെൻഡ് OTP എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് റൂം, ഏതൊക്കെ ക്ലാസ് റൂമിൽ നമ്മൾ ജോയിൻ ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണാം. ഇവിടെ എൻറോൾ ക്ലാസ് റൂം എന്നുള്ളതിൽ പ്രസ് ചെയ്താൽ നമുക്ക് ക്ലാസ് റൂം ID ടീച്ചർ തന്ന ലിങ്കിലുണ്ടെങ്കിൽ ആ ക്ലാസ് റൂം ID വീഡിയോ ടൈപ്പ് ചെയ്തിട്ട് ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്ത് ഇനി ഇതെങ്ങനെ നമുക്ക് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ഒരു ലാപ്ടോപ്പിൻ്റെ ഐക്കൺ കാണാം. ഈ ലാപ്ടോപ്പിൻ്റെ ഐക്കൺ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്കാൻ QR കോഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ഇനി ഈ സ്കാൻ QR കോഡ് പ്രസ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് നമുക്ക് ലാപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ലാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും. ഷെയർ ദ സ്ക്രീനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.